Hello guys, welcome back to our channel Snippets Outloud. അപ്പോൾ ഗൈസ് കഴിഞ്ഞ ദിവസം ഞാൻ പൈത്തണിൻ്റെ പാർട്ട് 3 നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാണാത്തവരൊക്കെ പാർട്ട് 3 കണ്ടിട്ട് മാത്രം ഇത് പാർട്ട് 4 ആണ്. അപ്പോൾ പാർട്ട് 3 കണ്ടിട്ട് മാത്രം പാർട്ട് 4 കാണുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടൻ്റെ മുകളിൽ കൊടുത്തേക്കാം. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരിത്തമെറ്റിക് ആയിട്ടുള്ള ഓപ്പറേഷൻസിനെ കുറിച്ചാണ്. അപ്പം guys, if you like the video, give it a thumbs up and consider subscribing the channel. So guys, let's get it started. അപ്പോൾ guys, welcome to part 4. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരിത്തമെറ്റിക് ഓപ്പറേഷനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതിനകത്ത് ആഡ് എന്ന് പറഞ്ഞ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ നമ്മൾ എല്ലാവർക്കും പറയാം. അഡീഷൻ, സബ്ട്രാക്ഷൻ, അതൊക്കെ തന്നെയാണ്. മൾട്ടിപ്ലിക്കേഷൻ, ഇവിടെ ഡിവിഷൻ ഉണ്ട്, ഡിവിഷൻ വിത്ത് ഡെസിമൽ ഉണ്ട്, വിത്തൗട്ട് ഡെസിമൽ ഉണ്ട്, ഡിവിഷൻ വിത്ത് റിമൈൻഡർ ഉണ്ട്, ഡിവിഷൻ റിമൈൻഡർ കിട്ടുന്ന ഒരു സംഭവം ഉണ്ട്, ഒരു ഓപ്പറേഷൻ ഉണ്ട്. അതേപോലെ തന്നെ എന്തുണ്ട്, എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊക്കെ വേരിയബിൾ ആണല്ലോ, നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ മുമ്പ് പറഞ്ഞ വരുത്തുന്നത് ഇതൊക്കെ വേരിയബിൾ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് വേരിയബിളിന് ഏറ്റവും നല്ലത് നമ്മൾ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു നെയിം കൊടുക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ആഡ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ വേരിയബിളിന് ഞാൻ ആഡ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഇനി ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ വേരിയബിളിന് സബ്ട്രാക്ട് എന്ന് പറഞ്ഞു കൊടുത്തു. മൾട്ടിപ്ലിക്കേഷന് ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞു കൊടുത്തു. ഡിവിഷന് ഞാൻ ഡിവിഷൻ വിത്ത് ഡെസിമൽ എന്ന് കൊടുത്തു. ഡിവിഷൻ വിത്തൗട്ട് ഡെസിമൽ, ഡിവിഷൻ വിത്തൗട്ട് ഓഫ് ഡെസിമൽ എന്ന് കൊടുത്തു. ഇവിടെ ഡിവിഷൻ റിമൈൻഡർ, അതായത് റിമൈൻഡർ, ഈ ഡിവിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റിമൈൻഡർ കിട്ടും റിസൾട്ട് ആയിട്ട്. അതിനാണ് ഞാൻ ഈ വേരിയബിൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എക്സ്പോണൻഷ്യൽ, അതായത് 5ന്റെ, ഇപ്പോൾ 5 ആണെങ്കിൽ 5ന്റെ സ്ക്വയർ ആണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഇതിലേക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കടന്നു നോക്കാം. ഓക്കെ, ആദ്യം തന്നെ ഇവിടുത്തെ ആഡ് എന്ന് പറഞ്ഞ സാധനം 4+5 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ 9 ആയിരിക്കും അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം. അവിടെ നോക്കാം, അത് മനസ്സിലായല്ലോ. ഞാൻ ഇവിടെ ആഡ് എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് ഞാനിവിടെ രണ്ട് നമ്പേഴ്സ് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് അതിന് ശേഷം ആ ഒരു വേരിയബിൾ ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ റിസൾട്ട് കിട്ടുന്ന അവസാനം നോക്കാം. ഞാൻ ഇത് പറയട്ടെ. അപ്പോൾ ഇവിടെ സബ്ട്രാക്റ്റിൻ്റെ അവിടെ ഞാനിവിടെ 6 - 2 എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും പറയാം ഇവിടെ 4 ആണ് റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ 4 എന്ന് പറയുന്ന സാധനം നമുക്ക് വേരിയബിൾ മാത്രമായിട്ട് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ വേരിയബിളിനെ ഇവിടെ പ്രിന്റ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്തു. ഓക്കെ, 6 - 2 എന്ന് പറഞ്ഞ സാധനം സബ്ട്രാക്ട് എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ പ്രിന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ വേരിയബിളിനെ പ്രിന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ, അത് സ്ക്രീനിനകത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞ അടുത്ത അരിത്തമെറ്റിക് ഓപ്പറേഷൻ നോക്കാം. അതിനകത്ത് 4 × 2 എന്നാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റാർ ആണ്, 4 സ്റ്റാർ 2, അതായത് 4 × 2 എന്നാണ് വായിക്കുക. ഓക്കെ, അത് 8 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രിന്റ് മൾട്ടിപ്ലൈ കണ്ട, മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞ വേരിയബിൾ പ്രിന്റ് ചെയ്ത് നമുക്ക് 8 കിട്ടാൻ നോക്കാം. അവസാനം ഞാൻ റൺ ചെയ്ത് നോക്കാം. ഇനി ഇവിടെ ഡിവിഷൻ വിത്ത് ഡെസിമൽ, ഡിവിഷൻ വിത്ത് ഡെസിമൽ എന്ന് പറയുമ്പോൾ നമുക്ക് 5/2 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം, 2.5 കിട്ടണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിവിഷൻ വിത്ത് ഡെസിമൽ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ 2.5 എന്ന ആൻസർ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. ഇനി ഇവിടെ നോക്കാം, ഡിവിഷൻ വിത്തൗട്ട് ഡെസിമൽ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 സ്ലാഷ് ഇട്ടിരിക്കുന്ന കാണാം, 5/2 എന്ന് കാണാം. അപ്പോൾ അതായത് 2.5 ആണ് കിട്ടേണ്ടത്, ബട്ട് നമുക്ക് 2 ആണ് ആൻസർ ആയിട്ട് കിട്ടുക. കാരണം ഇപ്പോൾ 7/2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 3.5 ആണ് കിട്ടേണ്ടത്. ബട്ട് നമുക്ക് വിത്തൗട്ട് ഡെസിമൽ ആകുമ്പോൾ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് എത്ര, 3 ആയിരിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ഡിവിഷൻ റിമൈൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5% എന്ന് പറയുന്നത് നമുക്ക് റിമൈൻഡർ കിട്ടുക. അതായത് 5/2 നമുക്ക് എല്ലാവർക്കും അറിയാം 2.5 ആണ്. എന്നാൽ 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 4 ആണ് നിയറസ്റ്റ് ആയിട്ടുള്ള നമ്പർ. 2 × 2 4 ആണ്. ബാക്കി 1 ആണ് വരുന്നത്, എന്നാലല്ലേ 5 ആവൂ. അപ്പോൾ ആ 1 ആയിരിക്കും നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുക. ഇനി എക്സ്പോണൻസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ 5*2 എന്ന് കാണാം. ഓക്കെ, ഈ 5*2 എന്ന് പറയുന്നത് 5 സ്ക്വയർ ആണ്. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 25 ആണ്. അപ്പോൾ അവിടെ ഉത്തരം കിട്ടും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ആപ്പ് റൺ ചെയ്തു. ഓക്കെ, നൈസ്. ഫസ്റ്റ് ആൻസർ നമുക്കറിയാം 4+5 9 കിട്ടി. രണ്ടാമത്തെ 6 - 2 സബ്ട്രാക്ഷൻ ആണ്, 4 കിട്ടി. മൂന്നാമത്തെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, 4 × 2 8 കിട്ടി. ഡിവിഷൻ വിത്ത് ഡെസിമൽ 5/2 2.5 എന്ന് കിട്ടി. വിത്തൗട്ട് ഡെസിമൽ 2 എന്ന് കിട്ടി. കണ്ടോ, 2.5 ആയിരുന്നു കിട്ടേണ്ടത്, നമുക്ക് ഡിവൈഡ് ചെയ്താൽ ബട്ട് എന്ത് കിട്ടി, 2 കിട്ടി. ഇനി ഡിവിഷൻ വിത്ത് റിമൈൻഡർ, ഡിവിഷൻ വിത്ത് റിമൈൻഡർ അല്ല, ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിമൈൻഡർ മാത്രം കിട്ടാനുള്ളതാണ്. ഇവിടെ 5/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 ആണ് നിയറസ്റ്റ് ആയിട്ടുള്ള നമ്പർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 4 കഴിഞ്ഞ് കഴിഞ്ഞാൽ 2ന്റെ മൾട്ടിപ്പിൾ 4 ആണ്. അതിനുശേഷം 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ റിമൈൻഡർ 1. ഓക്കെ, ഇവിടെ എക്സ്പോണന്റ് എന്ന് പറയുന്നത് 5 സ്ക്വയർ ആണ്, 25 കിട്ടി. അപ്പോൾ ഇത്രയാണ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് കുറിച്ചുള്ളത്. ഇത് ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കുറേ സ്ഥലത്ത് യൂസ് ചെയ്യാനുള്ളതാണ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. ഈ ഇത്രയും സംഭവം മാത്രം നമ്മൾ നോക്കി വെച്ചാൽ മതി. ഇത് എല്ലാവർക്കും അറിയുന്ന സംഭവം വിചാരിക്കുന്നു.
ഓക്കെ, അപ്പോൾ അടുത്ത സാധനത്തിലേക്ക് പോവാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനിയുള്ള സംഭവമാണ് നമുക്ക് ഓഗ്മെന്റഡ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. പേര് കേട്ടിട്ട് പേടിക്കണ്ട, ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല, ഭയങ്കര സിമ്പിളാണ്, കാണിച്ചു തരാം. ഓക്കെ, അത് നമുക്ക് എഴുതി വയ്ക്കാം. അപ്പോൾ ഓഗ്മെന്റഡ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. സിമ്പിളാണ്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. ഓക്കെ, ഈ എക്സിന് ഞാൻ എക്സ് പ്ലസ് വൈ എന്ന് കൊടുക്കുന്നു. എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് കൊടുക്കുന്നു. ജസ്റ്റ് ഞാൻ കൊടുത്തു. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ വേറെ രീതിയിലും കൂടെ എഴുതാം. എങ്ങനെ അറിയോ? എക്സ് പ്ലസ് സ്പേസ് ഇടാം, എക്സ് പ്ലസ് ഈക്വൽ ടു വൈ എന്ന് എഴുതാം. മനസ്സിലായോ? അതായത് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഈൽഡല്ല സർ വൈ. ഇനി എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 10 ആണെന്ന് വിചാരിക്കാം. ഇതിനകത്ത് നമ്മൾ മാറ്റി എഴുതുമ്പോൾ എക്സ് പ്ലസ് ഈക്വൽ ടു 10 എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ഓഗ്മെന്റഡ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇത് എല്ലാ കേസിലും നമുക്ക് എഴുതാം. ഇപ്പോൾ ഇനി അടുത്ത കേസ് നോക്കുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 10 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു മൈനസ് ഈക്വൽ ടു, അതായത് നമ്മൾ ഓഗ്മെന്റേഷൻ ചെയ്തിട്ട് അതിനെ ഒന്ന് മാറ്റുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത എക്സ് ഈക്വൽ ടു എക്സ് സ്റ്റാർ 10 എന്ന് പറയുന്നത് നമുക്ക് എഴുതാം എക്സ്, നിങ്ങൾക്ക് തന്നെ പറയാമല്ലോ എന്താ, എക്സ് സ്റ്റാർ ഈക്വൽ ടു 10. അപ്പോൾ ഇതേപോലെ നമുക്ക് ഡിവിഷനും അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, പിന്നെ ഗൈസ് ഇതിനകത്തുള്ള വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇമ്പോർട്ടൻ്റ് ആണ്, കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും മിക്കവാറും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഓപ്പറേറ്റർ പ്രസിഡൻസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. സംഭവം വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് ഓർഡർ എന്ന് പറയാം. മനസ്സിലായോ? അതായത് നമ്മുടെ മാത്സിലുള്ള സെയിം മെത്തേഡ് തന്നെയാണ് പൈത്തണിൽ ഫോളോ ചെയ്യുന്നത്. ബോർഡ് മാസ് റൂൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ബോർഡ് മാസ് എന്ന് പറഞ്ഞ റൂളാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പൈത്തണിന്റെ ടെക്സ്റ്റ് ഒക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓപ്പറേറ്റർ പ്രസിഡൻസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ഓർഡർ കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണെന്ന് തോന്നുന്നു. ബട്ട് നമ്മൾ ഏറ്റവും നല്ല ഇത് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. മാത്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെയിം ഓർഡർ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ബോർഡ് മാസ് എന്ന് പറഞ്ഞ റൂളാണ്. അതായത് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അപ്പോൾ ഇതാണ് പൈത്തണിലെ ഓപ്പറേറ്റർ പ്രസിഡൻസ് എന്ന് പറഞ്ഞ സംഭവം, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ഓർഡർ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കാരണം ഈ വീഡിയോ കുറച്ച് ഷോർട്ടാണ്. പിന്നെ ഗൈസ് നിങ്ങൾ ഈ വീഡിയോൻ്റെ സൗണ്ട് ക്വാളിറ്റിക്ക് എനിക്ക് കുറച്ച് പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനോട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഗൈസ്, see you in next video. Till then, take care. Bye.